നോമ്പ് തുറക്കുന്ന സമയത്ത് വിശപ്പും ദാഹവും ഒക്കെ മാറ്റാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റാഗി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ റാഗി കഴിച്ചാലുള്ള ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമുക്ക് കാൽസ്യം ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലിനും പല്ലിനും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ അയൺ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ കുറവുള്ളവർക്ക് ഇത് ദിവസം കഴിക്കുന്നത് അതിൻ്റെ ഒരു കൗണ്ടൊക്കെ കൂട്ടാൻ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി എടുക്കാം. അപ്പോൾ റാഗി കഴുകി ഉണക്കിയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന റാഗിപ്പൊടി ആയാലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്താക്കി എടുക്കാം കേട്ടോ ഇത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്കിത് കട്ടയൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് മിക്സ് ആക്കാൻ പറ്റും. നമ്മളെ മൈദപ്പൊടിയും ഗോതമ്പ് പൊടിയൊന്നും കലക്കുന്ന പോലെയല്ല, പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ റാഗിയൊക്കെ നമ്മുടെ ആ ഒരു ഷുഗറൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് നമുക്ക് ആ ഒരു വിശപ്പൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് അമിത ഭാരമൊക്കെ ഒന്ന് കുറച്ച് എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മളെ ആ ഒരു റാഗി ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്കൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം തിളക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഒരുപാടങ്ങ് തിളച്ചിതാവൊന്നും വേണ്ട. ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച റാഗി പൊടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റാഗി ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്യണേ, അല്ലെങ്കിൽ അടിയിൽ അതിൻ്റെ പൊടിയൊക്കെ അങ്ങനെ അടിഞ്ഞു കിടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൈയെടുക്കാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കട്ട പിടിക്കും. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ വിശപ്പൊക്കെ കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതാണ് ഇത് കഴിക്കുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ 6 മാസം മുതലുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണ് നമ്മൾ ഈ റാഗി പഞ്ഞപ്പുല്ല് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതാ ജസ്റ്റ് ഇങ്ങനെ കട്ടയായി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ആ ഈ ഒരു കളറിലേക്ക് അങ്ങ് മാറും കേട്ടോ. അപ്പോൾ ഈ കട്ടയായി വരുന്ന സമയത്ത് നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത് ചേർത്താൽ നമുക്ക് ആ ഒരു റാഗി കഴിക്കാൻ ചിലപ്പോൾ ചില ആൾക്കാർക്ക് മടി ഉണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ. അങ്ങനെയുള്ളവർക്ക് ആ ഒരു ടേസ്റ്റ് ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് പോലെയൊക്കെ തോന്നും, അതുകൊണ്ട് മാത്രം ചേർക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം ഒന്ന് കട്ട് ചെയ്തിട്ട് കഴുകിയെടുത്തതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇതിലേക്ക് അങ്ങ് ചേർക്കാം. ഫ്ലെയിം ഇപ്പോൾ നല്ലപോലെ കുറഞ്ഞിട്ടാണ് ഉള്ളത്. ഇനി ഇത് നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് അങ്ങ് കുറുക്കി കട്ടിയാക്കണ്ട. ഇത് നല്ലപോലെ തിളച്ചൊന്ന് വെന്ത് കിട്ടിയാൽ മതി. റാഗി കുറച്ച് വേവുള്ളതാണ്, അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ കുക്ക് ചെയ്യാൻ. ഇപ്പോൾ ഡേയ്സ് ദിവസം കഴിച്ചാൽ ബിപിയും കൊളസ്ട്രോളൊക്കെ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. അതുപോലെ തന്നെ അയണിൻ്റെ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് ഹീമോഗ്ലോബിനൊക്കെ കുറവുള്ളവർക്ക് ഇത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മധുരത്തിന് ഞാൻ ഒരു ശർക്കര പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചേർത്തിട്ടില്ലോ. അപ്പോൾ ഇതും ചേർക്കണം എന്നില്ല, നമ്മൾ ഡേറ്റ്സ് ചേർത്തതല്ല, അതുകൊണ്ട് ആ ഒരു മധുരം മതിയെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്താൽ മതി. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് പാലാണ്. തേങ്ങാപ്പാലാണ് ഞാൻ ചേർക്കുന്നത്. കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർക്കുക. അപ്പോൾ എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണം കേട്ടോ. ഇനി തിളക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ അങ്ങ് പിരിഞ്ഞു പോകും. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാലൊഴിക്കുമ്പോൾ ഇതിൻ്റെ കളർ ഇതുപോലെ ആയി വരും. അപ്പോൾ നമുക്കിത് ചൂടോടുകൂടി തന്നെ കഴിക്കാം. ഇതാ ഞാൻ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ തണുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടും കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് റാഗി ആയതുകൊണ്ട് തന്നെ കുറച്ച് ചൂടൊക്കെ തണിയുമ്പോൾ ഇതൊന്ന് കട്ടിയായി വരും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ കഴിക്കാം. ചൂടോടോ തണുത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അതുപോലെ ഡേറ്റ്സ് നമ്മൾ ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ ഇതിൽ ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ മുടിക്കും ചർമ്മത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ നമ്മൾ റാഗി കുടിക്കുന്ന സമയത്ത് നിങ്ങൾ കിഡ്നി പേഷ്യൻസ് അങ്ങനെ എന്തെങ്കിലും കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് കുടിക്കാൻ പാടുള്ളൂ. പിന്നെ അതുപോലെ ഹൃദയാരോഗ്യത്തിനൊക്കെ ഇത് വളരെ നല്ലതാണ്. നമ്മളെ ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. പിന്നെ മുടിക്കും ചർമ്മത്തിനൊക്കെ നമ്മൾ ഡേയ്സ് കഴിക്കുന്ന പോലെ തന്നെ ഇത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 2-3 ദിവസമെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിത് ഒന്ന് പിസ്ത ഒന്ന് കട്ട് ചെയ്തിട്ട് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് വരാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്